ഒരു വേദിയിൽ 4 വാക്ക് പറയാൻ, ഒരു പ്രസന്റേഷൻ നടത്താൻ, ഒരു പ്രസംഗം നടത്താൻ അവസരം കിട്ടുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായും നിങ്ങളാവാൻ പറ്റാറുണ്ടോ? അങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രോതാക്കൾ നിങ്ങളെ ഇഷ്ടപ്പെടും. പലപ്പോഴും നമുക്ക് സംസാരിക്കാൻ, പ്രസന്റേഷൻ നടത്താൻ അവസരം കിട്ടുമ്പോൾ നമ്മൾ മറ്റൊരാളായിട്ടാണ് വേദിയിൽ പ്രത്യക്ഷപ്പെടാറുള്ളത്. തികച്ചും ഭാരമേറിയ ഒരു കർമ്മം ചെയ്യാൻ വേണ്ടി വേദിയിലേക്ക് കടന്നു വരുന്ന ഒരുപാട് പ്രഭാഷകരുണ്ട്, അതല്ലെങ്കിൽ പ്രസന്റേഴ്സ് ഉണ്ട്. അപ്പോൾ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേദിയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഒട്ടും ആശങ്കയില്ലാതെ, ഒട്ടും പിരിമുറുക്കമില്ലാതെ, ഒട്ടും ടെൻഷൻ ഇല്ലാതെ, കുറച്ചും കൂടെ സ്വസ്ഥമായി, നാച്ചുറലായി നിങ്ങൾക്ക് നിങ്ങളെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമ്പോഴാണ് നിങ്ങളുടെ വ്യക്തിത്വം അവിടെ പ്രകടമാകുന്നത്. പലപ്പോഴും പലരും മറ്റൊരു വ്യക്തിത്വമായിട്ടാണ് സംസാരിക്കാറുള്ളത്. വലിഞ്ഞു മുറുകിയ മുഖവുമായി, അങ്ങേയറ്റത്തെ ഭാരം, എന്തോ ഒരു വലിയ ഭാരം തലയിലെടുത്ത് വെച്ച പോലെയാണ് പലപ്പോഴും പ്രസംഗിക്കാൻ വേദിയിൽ കയറി വരാറുള്ളത്. അങ്ങനെയുള്ള നമ്മളെ കാണാൻ ഒട്ടും ഭംഗിയുണ്ടാവില്ല. തീർച്ചയായിട്ടും നമ്മൾ എന്താണോ അവതരിപ്പിക്കാൻ പോകുന്നത് ആ വിഷയത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ട്, ആ സദസ്സിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മളത് അവതരിപ്പിക്കാൻ ശ്രദ്ധിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ മാറ്റം നമ്മുടെ പ്രകടനത്തിലുണ്ടാവും. ആളുകൾക്ക് അത് ബോധ്യപ്പെടുകയും ചെയ്യും. കാരണം ഈ ലോകത്ത് നമുക്ക് മറ്റൊരാളെ അനുകരിക്കാൻ പറ്റും, പക്ഷേ നമുക്ക് അവരാവാൻ കഴിയില്ല. നമുക്ക് നമ്മളാവാനേ പറ്റൂ. അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിലുള്ള അനുകരണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായ ഒരു ഇമേജിനെ എപ്പോഴും ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അവിടെയാണ് നമ്മുടെ വിജയം. അങ്ങനെ തന്നെയാണ് നമ്മൾ വേദിയിൽ തിളങ്ങേണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തിളങ്ങാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.